ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറുന്നത് മുസ്ലിങ്ങൾ എന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു മാസത്തിനിടെ പിടിയിലായത് 35 നുഴഞ്ഞുകയറ്റക്കാരും മുസ്ലിമുകൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. രോഹിണി, ഇന്നലെ അസാമിലെ ബദർപൂരിൽ 2 ബംഗ്ലാദേശികൾ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോഴാണ് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ബംഗ്ലാദേശിൽ നിന്നും കുടിയേറുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന പ്രസ്താവന നടത്തിയത്. അദ്ദേഹം ചില ഉദാഹരണം അതിനായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസം 35 അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശ് ബോർഡറിൽ അസാമിൽ വിവിധ ഭാഗങ്ങളിലായി അസാം റൈഫിൾസും അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ സേനയും അറസ്റ്റ് ചെയ്തു. ഈ 35 പേരും ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളാണ്. അതിൽ ഹിന്ദുക്കൾ ആരും തന്നെ ഇല്ല എന്നാണ് അസം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വ്യാപകമായ പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. അവിടെ ഹിന്ദു ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞു വരികയാണ്. പക്ഷേ എങ്കിൽ പോലും ശേഷിക്കുന്ന ഹിന്ദുക്കൾ അവിടെ സ്വന്തം ധർമ്മം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിജീവിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് അസം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അടുത്ത കാലത്ത് അദ്ദേഹം ഒരു കാര്യം കൃത്യമായി എടുത്തു പറഞ്ഞിരുന്നു. അസാമിൽ മുസ്ലിം ജനസംഖ്യ വളരെ വലിയ തോതിൽ ഉയരുകയാണ്. അപകടകരമായ രീതിയിൽ, അതായത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം മൂലമാണ് ഈ മുസ്ലിം ജനസംഖ്യ അസാമിൽ 41% മുകളിലേക്ക് വളരെ വേഗത്തിൽ എത്തിയത് എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ അടുത്ത കാലത്ത് വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മറ്റൊരു പ്രസ്താവന കൂടി നടത്തുന്നത്. അതായത് ഈ നുഴഞ്ഞുകയറ്റം നടക്കുന്നു, അത് കൃത്യമായി തന്നെ ബംഗ്ലാദേശിലുള്ള മുസ്ലിങ്ങളാണ് ഇത്തരത്തിൽ നുഴഞ്ഞു കയറുന്നത് എന്ന പ്രസ്താവന കൂടി നടത്തിയിരിക്കുന്നത്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.